ിൽ ഈ ബി.ജെ.പി. പ്രവർത്തകരുടെ ആഹ്ലാദത്തിനൊരു കാരണമുണ്ട്. കാരണം വിജേന്ദർ ഗുപ്തയുടെ ലീഡ് 3699 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രോഹിണി മണ്ഡലത്തിൽ ബി.ജെ.പി. ജയിക്കും എന്നുള്ള ഉറപ്പിൽ ഇപ്പോൾ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം വിജേന്ദർ ഗുപ്തയുടെ ലീഡ് തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ചെറിയൊരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നു രോഹിണിയിൽ, അല്ലേ? അതെ, ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറകിൽ പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഏതായാലും ലീഡ് നില ഉയർത്തുകയാണ്. തുടർച്ചയായ മൂന്നാം മത്സരം അവിടെ നിന്ന് വരുമ്പോൾ അദ്ദേഹം ഏതായാലും ഇത്തവണയും ജയത്തോട് അടുക്കുന്നു എന്ന് തന്നെയാണ് സാഹചര്യം. വിജേന്ദർ ഗുപ്ത ഏതായാലും മാജിക് വാളുമായി ഇപ്പോൾ കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ഈ വോട്ട് നില മാറി മറിയുന്നതിന്റെ സൂചന കിരൺ ബാബു നൽകും? കിരൺ. രാകേഷ്, നമുക്ക് പ്രധാനമായും കാണാവുന്നത് ന്യൂഡൽഹി മേഖലയിൽ നോക്കാം. ന്യൂഡൽഹി മേഖലയിലേക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ സമയത്തെല്ലാം ബി.ജെ.പിക്ക് ഒരു വലിയ മുന്നേറ്റമുണ്ടായിരുന്നു. ഈ 40 സീറ്റ് എന്ന് പറയുന്ന ന്യൂഡൽഹി സീറ്റിലടക്കം കെജ്രിവാൾ പിന്നിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ പതിയെ ആ നഗര കേന്ദ്രീകൃത സ്ഥലത്ത് അല്ലെങ്കിൽ നഗരത്തിലെ ഏറ്റവും ഹൃദയഭാഗത്ത് എന്നൊക്കെ പറയാവുന്ന സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ പഴയ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെയൊക്കെ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ശക്തി ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ്. നിലവിൽ 5 സീറ്റുകളിലാണ് ബി.ജെ.പിക്ക് മുന്നേറ്റമുള്ളതെങ്കിൽ ആ 5 സീറ്റുകളിലാണ് 10 സീറ്റുകളിൽ 5 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. നേരത്തെയുള്ള 2020 ഇവിടുത്തെ ചിത്രം ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു 2020 ചിത്രം. 2020 ഈ സ്ഥലത്ത് പൂർണ്ണമായും 10 സീറ്റുകളിലും ആം ആദ്മി പാർട്ടിയായിരുന്നു. പക്ഷേ നേരത്തെ വോട്ടെണ്ണലിന്റെ തുടക്കഘട്ടത്തിലേക്ക് വന്നപ്പോൾ ന്യൂഡൽഹി സീറ്റിലടക്കം ഏറ്റവും കെജ്രിവാൾ കഴിഞ്ഞ തവണ 21,000 വോട്ടിനും അതിനു മുമ്പിൽ തവണ 31,000 വോട്ടിനും അതിനു മുമ്പ് ഷീലാ ദീക്ഷിതിനെ 15 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയെ 25,000 വോട്ടിനും ഒക്കെ പരാജയപ്പെടുത്തിയ ന്യൂഡൽഹി എന്ന് പറയുന്ന കെജ്രിവാളിന്റെ ഏറ്റവും വലിയ തട്ടകത്തിൽ കെജ്രിവാളിന് ഏറ്റവും കൂടുതൽ ആരാധകർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് അടക്കമാണ് കെജ്രിവാൾ പിന്നാക്കം പോയത്. അതിന്റെ സമാനമായ രീതിയിലേക്ക് പലരും മറ്റ് മണ്ഡലങ്ങളുമൊക്കെ ഈ പിന്നാക്കാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഒരു പരിധി വരെ തിരിച്ചു പിടിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആ നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ന്യൂഡൽഹി മേഖലയിൽ 5-5 എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ ഇത് ഈ 10 സീറ്റുകളിൽ 8 സീറ്റിലും മുന്നേറിയിരുന്നത് ബി.ജെ.പി. ആണെങ്കിൽ ഇപ്പോൾ അത് 5-5 എന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു. മറ്റ് ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ചാന്ദിനി ചൗക്കാണ്. ചാന്ദിനി ചൗക്ക് മേഖലയിലും ബി.ജെ.പിക്ക് ഇപ്പോൾ 2 സീറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ കുറെ കൂടി ഞാൻ 10 മിനിറ്റ് മുമ്പ് നോക്കിയതിൽ നിന്ന് കുറെ കൂടി വ്യത്യാസം വന്നിരിക്കുന്നു. 2 സീറ്റുകൾ മാത്രമാണ് ചാന്ദിനി ചൗക്ക് മേഖലയിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ മുന്നേറ്റമുള്ളത്. ബാക്കി വരുന്ന 8 സീറ്റുകളിലും ബാക്കി വരുന്ന 8 സീറ്റുകളിലും ആം ആദ്മി പാർട്ടിക്കാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 2020 ഇവരുടെ ചിത്രം കൂടി നമുക്ക് വെച്ച് നോക്കാം. 2020 ഈ ചാന്ദിനി ചൗക്ക് മേഖലയിലെ ചിത്രം ഇതായിരുന്നു. പൂർണ്ണമായും തന്നെ സീറ്റുകളെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്കായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഈ മേഖലയിൽ ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കുക സെൻട്രൽ ഡൽഹിയിലും ചാന്ദിനി ചൗക്ക് മേഖലയിലും നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് നിന്ന് ഡൽഹി തന്നെ ഒരു വിശാലമായ നഗരം എന്ന് പറഞ്ഞാൽ പോലും നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ വരുന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആകെ ചിത്രം കൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും. 2025 ചിത്രം, ഇപ്പോഴത്തെ ചിത്രം ഇതാണ്. നേരത്തെ ഈ ഭാഗത്ത് എല്ലാം പല സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ കാവി കളർ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാവി കളറെല്ലാം ഏകദേശം മാറി. ആ സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലേക്ക് പച്ച കളർ വരുന്നു. പച്ച എന്ന് പറയുന്നത് പച്ച നിറം ആം ആദ്മി പാർട്ടിയുടേതാണ്. ആം ആദ്മി പാർട്ടി ഈ സെൻട്രൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്താണ് ഇപ്പോൾ ഫലം ഏറ്റവും കൂടുതൽ മാറി മറിഞ്ഞത് എന്നതുകൂടി കണക്കാക്കാം. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഫലം ഏകദേശം വലിയ മാറ്റം 2-3 സീറ്റുകളിലൊക്കെയാണ് മാറ്റം ഉണ്ടായതെങ്കിൽ ഈ കാര്യമായ മാറ്റം ഇപ്പോൾ 31-39 എന്നുള്ള അവസ്ഥയിലേക്ക്, നേരത്തെ 32-38 എന്നുള്ള അവസ്ഥയിലേക്ക് ഒക്കെ അത്തരത്തിലേക്ക് മാറിയത് ഈ പ്രധാനപ്പെട്ട ഡൽഹിയുടെ നഗരഹൃദയങ്ങളിൽ ചാന്ദിനി ചൗക്ക് മേഖലയും ന്യൂഡൽഹി മേഖലയും ഒക്കെ എണ്ണിയപ്പോൾ അവിടേക്ക് നേരത്തെ ബി.ജെ.പിക്ക് തുടക്കഘട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പോസ്റ്റൽ വോട്ടിന്റെ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന മുന്നേറ്റം, അല്ലെങ്കിൽ 1ാം റൗണ്ടിൽ 2ാം റൗണ്ടിലും 3ാം റൗണ്ടിലും ഉണ്ടായിരുന്ന മുന്നേറ്റം 4ാം റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്കും പതിയെ മാറുന്നു എന്നുള്ളതാണ്. ഇനിയും റൗണ്ടുകൾ 6-7 റൗണ്ടുകൾ കൂടി ഉണ്ട് എന്നത് ആലോചിക്കണം. ഇനിയും ഫലം മാറിമറിയാൻ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഈ ഫലം ഇനിയും മാറിമറിയാൻ സാധ്യതയുണ്ട്. നിലവിൽ ബി.ജെ.പിക്കാണ് മുൻതൂക്കം. ബി.ജെ.പി. ഭരണത്തിലേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഉറപ്പിച്ച് പറയാൻ ഇപ്പോഴും കഴിയില്ല. കാരണം 39-31 5 സീറ്റുകൾ കൂടി ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 5 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് 2 പാർട്ടികൾ തമ്മിലുള്ളത്. 31 എന്നത് 36 ആയാൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിലേക്ക് കയറാം. അതല്ല, അത് കിട്ടുന്നില്ല, ഇങ്ങനെ തന്നെയാണ് തുടരുന്നതെങ്കിൽ ബി.ജെ.പിക്ക് അധികാരം നോക്കാം. ബി.ജെ.പിക്ക് അല്ലെങ്കിൽ 5 സീറ്റ് കൂടിയാൽ വലിയ മെജോറിറ്റിയിൽ അധികാരത്തിലേക്ക് വരാം. അപ്പോഴും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇനിയും പകുതി വോട്ടുകൾ കൂടി എണ്ണാനുണ്ട് എന്ന് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പിന്നിൽ പോയിരിക്കുകയാണ്. പർവേഷ് സാഹിബ് സിംഗ് 225 വോട്ടുകൾക്ക് ലീഡ്
ലീഡ് നേടിയിരിക്കുകയാണ്. അരവിന്ദ് കേജ്രിവാൾ വീണ്ടും പിന്നിൽ. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ 225 വോട്ടുകൾക്ക് ബിജെപിയുടെ പർവേഷ് സാഹിബ് സിംഗിനേക്കാൾ പിന്നിലാണ്. അരവിന്ദ് കേജ്രിവാൾ നേരത്തെ മുന്നിലെത്തിയതായിരുന്നു, ആദ്യം പിന്നിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ് 225 വോട്ടുകൾക്ക്. രാകേഷ്, വീണ്ടും അവിടെ ന്യൂഡൽഹിയിൽ കടുത്ത മത്സരമാണ്. നെക്ക് ആൻഡ് നെക്ക് പോരാട്ടമാണ്. ഇപ്പോൾ വീണ്ടും പർവേഷ് സിംഗ് മുന്നിലെത്തി എന്ന് പറയുമ്പോൾ അവിടെ തീപ്പാറും പോരാട്ടം, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ന്യൂഡൽഹി മണ്ഡലം പോവുകയാണ് എന്ന് തന്നെ പറയാം. കാരണം മുൻകാലങ്ങളിലെ സാഹചര്യമല്ല, കേജ്രിവാളിന് വലിയ വെല്ലുവിളി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതായാലും ഈ വോട്ടെണ്ണൽ ദിനത്തിലും പ്രകടമാണ്. ഇനി അവിടെ അറിയാനുള്ള കാര്യം സന്ദീപ് ദീക്ഷിത് എത്ര വോട്ട് നേടി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 5000 താഴെ മാത്രമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട്. ഇത്തവണ സന്ദീപ് ദീക്ഷിത്തിനെ നമ്മളോട് പറഞ്ഞത് ഒരു സാധാരണഗതിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് പോലും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം മണ്ഡലത്തിൽ. പക്ഷേ സന്ദീപ് ദീക്ഷിത്തിന്റെ അത്ര വലിയ പ്രകടനമല്ല എങ്കിൽ പോലും അരവിന്ദ് കേജ്രിവാൾ അവിടെ 21,000 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. സന്ദീപ് ദീക്ഷിത്തിന് ഇതുവരെ 2050 വോട്ടുകൾ കിട്ടിയപ്പോൾ അരവിന്ദ് കേജ്രിവാളിന് 12,163. അതേസമയം പർവേഷ് സിംഗിന് 12,388. പർവേഷ് സിംഗ് സാഹിബിന് 12,388. വലിയ പ്രകടനത്തിലേക്ക് സന്ദീപ് ദീക്ഷിത് അവിടെ എത്തിയിട്ടില്ല. വളരെ പിന്നിലാണ്. ബിജെപിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ടിൽ വലിയൊരു വോട്ട്, പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള മണ്ഡലമാണ്. ആ വോട്ടുകൾ ഏതായാലും ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തീർച്ചയായും പറയാം. കാരണം ഈ പറയുന്ന അവസാന നിമിഷത്തിലെ ചില ഗിമ്മിക്കുകൾ, അത് കേന്ദ്ര ബജറ്റ് എന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ തന്നെ ബിജെപിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ആ വോട്ടുകൾ ഏതായാലും പർവേഷ് സാഹിബ് സിംഗിന് അനുകൂലമായി അവിടെ. പർവേഷ് സാഹിബ് സിംഗ് ഇപ്പോൾ 225 വോട്ടുകൾക്കാണ് അരവിന്ദ് കേജ്രിവാളിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് 39 എന്നുള്ളത് 40ലേക്ക് ബിജെപി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ ബിജെപി ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ന്യൂഡൽഹി പോലെ ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമേ ലീഡ് ഇത്രയും കുറവുള്ളൂ കേട്ടോ. മറ്റു പലയിടങ്ങളിലും 5000 മുകളിലേക്കും 4000 മുകളിലേക്കും, ചിലയിടങ്ങളിൽ 10,000 മുകളിലേക്കും മണ്ഡലങ്ങൾക്കടുത്ത് ബിജെപി കംഫർട്ടബിൾ ആയി കഴിഞ്ഞു പരിശോധിക്കുകയാണെങ്കിൽ. അതുപോലെ ഈ നജഫ്ഗഡ് ഉദാഹരണമാണ്. നജഫ്ഗഡിൽ 10,000-ലധികം വോട്ടുകൾക്ക് 12,681 വോട്ടുകൾക്കാണ് ബിജെപിയുടെ നീലം പഹൽവാൻ മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും ലീഡ് നില കംഫർട്ടബിൾ പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേസമയം പാലം പോലെയുള്ള മണ്ഡലങ്ങളിൽ അവിടെ 1439 വോട്ടുകൾക്കാണ് ബിജെപി സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമേ ഇപ്പോൾ മാൾവിയ നഗർ അവിടെ നോക്കുകയാണെങ്കിൽ 3,362 വോട്ടുകൾക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥി സതീഷ് ഉപാധ്യായ മുന്നിട്ട് നിൽക്കുകയാണ്. RK പുരം നോക്കുകയാണെങ്കിൽ അവിടെ ലീഡ് 5000 കഴിഞ്ഞു. അനിൽകുമാർ ശർമ്മ ബിജെപിയുടെ. അങ്ങനെ ബിജെപി ലീഡ് ചെയ്യുന്ന ഒരു 33-34 സീറ്റുകളിലെങ്കിലും കംഫർട്ടബിൾ മാർജിനിൽ ഇപ്പോൾ ആയിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 30 സീറ്റുകളിലെങ്കിലും ബിജെപിക്ക് ഒരു വ്യക്തമായ ആധിപത്യം ഇപ്പോൾ ഉണ്ട്. ഒരുപക്ഷെ ലീഡ് നില മാറാൻ സാധ്യതയില്ലാത്ത നിലയിലേക്ക് ബിജെപി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോരാട്ടം, ഈ മാറി മറിയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കേവലം 10 സീറ്റുകളിലാണ്. അതാണ് ഒരുപക്ഷെ ഡൽഹി നിർണ്ണയിക്കാൻ പോകുന്നത്. അതിലൊരു 5 എണ്ണം ബിജെപി ലീഡ് ചെയ്യുന്നതായിട്ട് പറയാം. അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ കൽക്കാജി പറയാം. കൽക്കാജിയിൽ ഇപ്പോൾ അതീഷിയേക്കാൾ രമേഷ് ബിദൂരി ലീഡ് ചെയ്യുന്നത് 1635 വോട്ടുകൾക്കാണ്. അതുപോലെ ന്യൂഡൽഹി പറയാം. ന്യൂഡൽഹി, കൽക്കാജി, അങ്ങനെ ഏതാനും മണ്ഡലങ്ങൾ മാത്രം, പാലം, അങ്ങനെയുള്ള ഏതാനും മണ്ഡലങ്ങളിൽ മാത്രം, ഒരു 5 മണ്ഡലങ്ങളിൽ ബിജെപിയുടെ ലീഡ് നില വളരെ കുറവാണ്. അതൊരു 2000-ൽ താഴെ വോട്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അതല്ലാതെ